ബി.ജെ.പി. പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. HMCയിലെ അനധികൃത നിയമനത്തിനും പുനലൂർ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ശ്മശാനം പ്രവർത്തിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. ബി.ജെ.പി. പുനലൂർ നഗരസഭാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പുനലൂർ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. HMCയിലെ അനധികൃത നിയമനത്തിനെതിരെയും പുനലൂർ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ശ്മശാനം പ്രവർത്തിപ്പിക്കാൻ നടപടി ആവശ്യപ്പെട്ടുമായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. പുനലൂർ TB ജംഗ്ഷനിൽ നിന്നും വൈദേഹി ജംഗ്ഷൻ വഴി പുനലൂർ നഗരസഭയിലേക്ക് നടത്തിയ മാർച്ച് ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭ അഴിമതിയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് രഞ്ജിത്ത് പരവട്ടം കുറ്റപ്പെടുത്തി. LDFിന്റെയും CPMന്റെയും അനുയായികൾക്ക് മാത്രമാണ് ഇവിടെ ഉദ്യോഗാർത്ഥികളായി ജോലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾക്ക് ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അവന്റെ പള്ളിയിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ നേർച്ചയിട്ടുകൊണ്ട് കാത്തിരിക്കേണ്ട ഒരവസ്ഥയാണ്. ഈ LDFിന്റെ കഴിഞ്ഞ കുറെ വർഷക്കാലമായി ഈ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF, ആ LDFിന്റെ നേതൃത്വത്തിൽ വളരെ വലിയ രീതിയിലുള്ള അഴിമതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനമായി നമുക്കറിയാം, ഒരു പുനലൂർ നഗരസഭയുടെ അധീനതയിലുള്ള ഒരു ശ്മശാനം, ആ ശ്മശാനം കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് 10 പ്രാവശ്യമാണ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പൈസകൾ ലക്ഷങ്ങൾ മാറ്റിക്കൊണ്ട് വളരെ വലിയ രീതിയിലുള്ള അഴിമതി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി. പുനലൂർ വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് അനീഷ് അഷ്ടമംഗലം അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് മഞ്ജു സുജിത്ത് സ്വാഗതം പറഞ്ഞു. പുനലൂർ മണ്ഡലം സെക്രട്ടറി മനോജ് കുമാർ അഷ്ടമംഗലം, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സുബീഷ് സുരേന്ദ്രൻ, ഏരിയ ജനറൽ സെക്രട്ടറിമാരായ അജയ് പരവട്ടം, രതുൻ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. സാവിത്രി, പ്രിൻസ് പ്രസാദ്, വത്സല ദിനേശൻ, രാഹുൽ ഐക്കരക്കോണം, ബിജു ചമ്പകശ്ശേരി, മധു ശാസ്താങ്കോണം, വിജയനാഥ്, ശ്യാമ ഐക്കരക്കോണം, സരസ്വതി, മണിക്കുട്ടൻ, ഹരീഷ് താമരപ്പള്ളി, മനു ആഷിൻ, കവിരാജ്, ബിന്ദു, അഞ്ജലി, BMS ജില്ലാ സെക്രട്ടറി അനിൽ വാഴമൺ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.